ഒന്നും പറയാനില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ 6 മാസം കൊണ്ട് നമുക്ക് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒഴിവാക്കാമായിരുന്നു. നമ്മൾ വേറെ ഒരു ജോലി കണ്ടുപിടിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ശമ്പളമില്ലാണ്ട് 4 മാസമായി ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നുണ്ട്. വിധവകളായി നമ്മൾ ഇനി ഏജ് ഓവറായി ഞങ്ങൾ എന്ത് ചെയ്യുമോ? അപ്പോൾ ഈ ജീവനക്കാരൊക്കെ തന്നെ കളക്ടറെ കാണാൻ കളക്ടറേറ്റിൽ എത്തിയിരിക്കുകയാണ്. വലിയ പ്രയാസമാണ് ഓരോരുത്തരും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. ഏതെങ്കിലും സംഘടനയുടെ പിൻബലത്തിലാണോ അല്ല എല്ലാവരും കൂട്ടായി വന്നതാണോ നിങ്ങളുടെ ഈ ഒരു പ്രതിഷേധം? നമ്മൾ ഡിജിറ്റൽ സർവേയിൽ ജോലി ചെയ്തിട്ട് ഇന്നലെ പിരിച്ചുവിട്ട മുഴുവൻ ആളുകളുമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ബംഗാളിക്ക് കൊടുക്കുന്ന ഒരു ദിവസക്കൂലിനേക്കാൾ ചെറിയ കൂലിയാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 3 മാസമായിട്ട് അത് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, 4 മാസം തികയുകയാണ്. അത് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല നമ്മളെ പിരിച്ചുവിടുകയും ചെയ്യുകയാണ്. 179 ദിവസം പൂർത്തിയാകാത്ത ആളുകളെ പോലും പിരിച്ചുവിട്ട സ്ഥിതിയുണ്ട്. പെട്ടെന്നൊരു ദിവസം രാത്രിയിലാണെന്ന് പറയുന്നത് നിങ്ങൾ ഇനി മുതൽ വരേണ്ടതില്ല എന്നുള്ളത്. ഇത് ഏതെങ്കിലും സംഘടനയുടെ ഇതാണോ അല്ല എല്ലാവരും ചേർന്നാണോ? എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു പ്രതിഷേധം? എങ്ങനെയാണ്? നമ്മളെല്ലാ സ്റ്റാഫുകളും ചേർന്നിട്ട് പിരിച്ചുവിട്ടപ്പെട്ടിട്ടില്ല. രാഷ്ട്രീയമൊന്നുമില്ല. നമ്മൾ എല്ലാ ആളുകളും ഇതിനകത്ത്, കാരണം ദുരിതം അനുഭവിക്കുന്ന ആളുകളാണ്. അത് അവിടെ നമുക്ക് രാഷ്ട്രീയം നോക്കലല്ല, നമ്മളെ ജീവിത മാർഗ്ഗമാണ്. ആൾക്കാരുടെ ഓരോ കുടുംബങ്ങളും ഇങ്ങനെ ഓരോ മുന്നറിയിപ്പില്ലാതെ ഇങ്ങനെ ഒരു പിരിച്ചുവിടലിലേക്ക് എത്തിയത് എന്താണെന്നാണ് സംശയിക്കുന്നത്. പേപ്പറിലെല്ലാം ന്യൂസിലെല്ലാം വരുന്നത് ഭൂമാഫിയയെ സഹായിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റ് ആളുകളെ ഒത്താശ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്നുള്ളതാണ്. അത് നമ്മളെ മുന്നത്തെ രാജമിനിസ്റ്റർ അടക്കം അത് വ്യക്തമായും സൂചിപ്പിക്കുന്ന സ്ഥിതി നമ്മൾ ഇന്ന് രാവിലെ കാണുകയുണ്ടായി. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, സർക്കാരിനടക്കം ഒരു കോടികളുടെ നഷ്ടം ഉണ്ടാക്കുന്ന പ്രൊജക്റ്റാണ് ഇപ്പോൾ നിർത്താൻ വേണ്ടി പോകുന്നത്. ഈ മെഷീൻ വാങ്ങിയതിലൊക്കെ വലിയ തരത്തിൽ 30 ലക്ഷത്തിൻ്റെ മെഷീനുകളൊക്കെ അവിടെ ഉപയോഗപ്രദമാകാത്ത രീതിയിൽ നശിച്ചു. നിങ്ങളെയൊക്കെ പിരിച്ചുവിട്ട് പുതിയ ആളുകളെ എടുത്ത് അത് തുടരുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കുമോ ഇങ്ങനെ ചെയ്തത്? നിലവിൽ നമ്മളോട് പറഞ്ഞത് ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഇത് തുടർ സേവനങ്ങളില്ല എന്ന് ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. തുടരുമോ ഇല്ലയോ എന്നുള്ളത് അതിനെക്കുറിച്ചൊന്നും നമുക്ക്. ഇപ്പോൾ മറ്റ് കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചുകൊണ്ട് ഈ സർവേ തുടരുന്നു എന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു? തുടരാനുള്ള സാധ്യതയൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇവരുടെ സർക്കാരിൻ്റെ തീരുമാനത്തിൽ മനസ്സിലാകുന്നത്. പുതിയ ആൾക്കാരെ വെച്ച് തുടങ്ങാനുള്ള ഇതൊന്നും ഇല്ല എന്നാണ്. ഇത് നിർത്തുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത്തരം ഒരു തീരുമാനം. നിർത്തൂല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കും അറിയില്ല. സർക്കാർ ഇപ്പോഴും പറയുന്നത് നിർത്തൂല, 4 മാസത്തെ കുടിശ്ശിക തരുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നും അതിനുള്ളൊരു വ്യക്തമായൊരു പ്രയാസം തന്നെയാണ്. വളരെ പ്രയാസം തന്നെയാണ്. ഈ ഒരു ജോലി പിന്നെ ആശ്രയിച്ചിട്ട് കഴിയുന്ന കുറേ ദിവസക്കൂലിയായിരുന്നോ? എങ്ങനെയാണ് നിങ്ങളുടെ? നമുക്ക് സാധാരണ ഒരു പിന്നെ മാസത്തിനാണ്, മാസശമ്പളം തന്നെയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതെ, തുച്ഛമായ വരുമാനമാണെങ്കിലും ആ വരുമാനം കൊണ്ടാണ് എല്ലാ കുടുംബങ്ങളും കഴിഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരെല്ലാം തന്നെ ഈ ഒരു വരുമാനത്തെ ആശ്രയിച്ചാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഈ ജോലിയില്ല, പിന്നെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ള വാർത്ത വളരെ വേദനാജനകമാണ്. ഗവൺമെൻറ് പറയുന്നത് ഫണ്ടില്ലാത്ത ഇഷ്യൂ ആണ്. പക്ഷേ ഫണ്ടില്ലാത്ത ഇഷ്യൂ എങ്കിലും ഗവൺമെൻറ് എവിടെ നിന്നും കണ്ടെത്തിക്കൊണ്ട് ആ ഫണ്ട് സ്വരൂപിച്ചിട്ട് ഇതുപോലെയുള്ള ജീവനക്കാരെ ജീവിതം പിന്നെ താളം തെറ്റിക്കാതെ നോക്കേണ്ടത് ഒരു ബാധ്യത ഗവൺമെൻറ് സർക്കാരിനുണ്ടായിരുന്നു. പക്ഷേ സർക്കാർ അത് വേണ്ട രീതിയിൽ നമ്മൾ പരിഗണിച്ചില്ല എന്ന്, അതില്ലെങ്കിൽ സർക്കാരിലേക്ക് എത്തിയില്ല എന്ന് അങ്ങനെയും പറയാൻ മതി. ഈ നിങ്ങൾക്കും പിരിച്ചുവിടൽ നോട്ടീസൊക്കെ കിട്ടിയോ? നോട്ടീസ് കിട്ടി. നമ്മളിപ്പോൾ തളിപ്പറമ്പ് സൂപ്രണ്ട് ഓഫീസിന് കീഴിലുള്ള അയ്യങ്കുന്ന് വില്ലേജിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എന്ന് വെച്ചാൽ ആനയും പുലിയും ഇറങ്ങിയിട്ട് നമുക്ക് ആ സ്ഥലത്ത് തന്നെ അളക്കാൻ പോയ പാട് നമുക്ക് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ കക്ഷികൾ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഇത്രയും റിസ്ക് പിടിച്ചെടുത്ത് നമ്മൾ 2 ലേഡീസ് എല്ലാം പോയിട്ടാണ് അളന്നിട്ടുള്ളത്. അത് അട്ടശല്യം, ബാക്കിയുള്ള പ്രശ്നങ്ങൾ, ഫോറസ്റ്റുകാർ അടക്കം വന്നിട്ട് ഒരുമിച്ച് നിന്നിട്ടാണ് നമ്മൾ അളന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ സമയത്ത് മല കയറുന്ന സമയത്ത് നമ്മൾ ഫുഡ് പോലും കഴിക്കാൻ പറ്റൂല. അത്രയും അവസ്ഥയിൽ നമ്മൾ 5 മണിക്കും 5:30ക്കും, നമ്മുടെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് 10 to 5 ആണ്. 5:30 വരെ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ 8 മണിക്കെല്ലാം വീട്ടിലെത്തിയ സാഹചര്യമുണ്ട്. നമുക്ക് മാർച്ച് മാസം കിട്ടിയത് 12 ദിവസത്തെ സാലറിയാണ്. നമ്മൾ പിന്നെയും നമ്മൾ ചോദിക്കുന്നുണ്ട്. ചോദിക്കുമ്പോൾ പ്രോഗ്രസ്സിന് മാത്രം
ക്വസ്റ്റ്യൻ മാർക്ക് വരും. എത്ര ഹെക്ടർ അളന്നു, ഇതെന്ത് എന്ത് ഏരിയ കുറഞ്ഞ് എന്ന് ചോദിച്ചിട്ട് മാത്രമാണ് നമുക്ക് ഇങ്ങോട്ട് റിപ്ലൈ തന്നത്. ഈ ശമ്പളത്തിൻ്റെ കാര്യം നമ്മോട് ഒരു കാര്യം പറയുന്നില്ല. പിന്നെ നമുക്ക് നമ്മൾ വരുന്ന ബസ്സിൻ്റെ പൈസ, 2 ബസ്സിന് കയറിയിട്ടാണ് നമ്മൾ വരുന്നത്, അതിൻ്റെ പൈസ, ഇതൊക്കെ നമ്മൾ ആരോടാണ് പറയേണ്ടത്? ഇത് ചോദിക്കുമ്പോൾ 1-2 മാസം ഓക്കെ, നമ്മൾ ശരി കുഴപ്പമില്ല, അതെങ്ങനെയെങ്കിലും അവർ മാനേജ് ചെയ്ത് തരുമായിരിക്കും. ഇതിപ്പോൾ 4 മാസം എന്ന് പറയുന്നത് നമ്മൾ മാർച്ച് മാസം 12 ദിവസത്തെ സാലറി മാത്രം നമുക്ക് കിട്ടിയത്. ഒരു വിഷു ഇനി ഓണായി, എവിടെ നമ്മളെ സാലറി എവിടെ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് പട്ടീനെ പോലെ പണിയെടുത്തിട്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു അവസ്ഥ വന്നത്. ഇതിനാരാ നമുക്ക് മറുപടി തരേണ്ടത്? ഇന്ന് ഈ മഴയത്ത് ഇങ്ങനെ നനഞ്ഞിട്ട് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യം, നമ്മൾ പണിയെടുത്ത പൈസക്കാ ചോദിക്കുന്നത്, അല്ലാണ്ട് ആരോട് കടം വാങ്ങിച്ചതോ ഒന്നുമല്ല. നേരത്തെ പണിയെടുത്ത പൈസയും പോയി, ഇപ്പോൾ ജോലിയും പോയി. ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ഏതൊരാളുടെ സ്വപ്നമാണ് ഗവൺമെൻറ് ടാഗ് ഇട്ടിട്ട് ഒരു ജോലി ചെയ്യുക എന്നുള്ളത്. ആ ഒരു ഇഷ്ടത്തോടു കൂടിയും, കാരണം വെച്ചാൽ ഈ ഒരു ഫീൽഡിനോട് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജോബാണ്, അതുകൊണ്ട് ആ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് നമ്മളിതിലേക്ക് വന്നത്. പക്ഷേ വന്നിട്ട് ഈ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഉള്ള ജോലിയും പോയി, ഇതും ഇല്ല, പൈസയും ഇല്ല എന്ന് പറയുമ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് നമ്മളുള്ളത്. തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ അയ്യങ്കുന്ന് വില്ലേജിൽ വർക്ക് ചെയ്ത സ്റ്റാഫാണ്. ഒന്നിച്ച് വർക്ക് ചെയ്തതാണ്. ഈ പടക്കമൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ പോവുക, ആനശല്യമുള്ള സ്ഥലം, പിന്നെ പുലി, ഫോറസ്റ്റുകാർ വന്ന സമയം അവർ വന്നിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ അളന്നത്. പക്ഷേ നമ്മളെ ഈ പ്ലാൻ സ്കീമിൻ്റെ ഫണ്ടിൽ വേറെ തന്നെ പ്ലാൻ ഫണ്ടാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മാർച്ച് മാസം ഫുള്ളുള്ള സാലറി കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് മാർച്ച് മാസം 12 ദിവസത്തെ സാലറി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും മാർച്ച് മാസം ഫുള്ള് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇനി എന്താണ് അവസ്ഥ? ഇനി എന്താ ചെയ്യും? എന്നാ ചെയ്യേണ്ടത്? ഇങ്ങനെ നമ്മൾ ജോലിയിൽ തിരിച്ചെടുക്കണം എന്നല്ല നമ്മൾ ആവശ്യം. നമുക്ക് നമ്മളെ പണി ചെയ്ത പൈസ അത് കിട്ടിയാൽ മതി. അത് പറയുമ്പോൾ ഇവർക്ക് എന്താ പറയുക, നമ്മൾ ദിവസം 3-4 ഹെക്ടറൊക്കെ അളക്കുന്നത്. അപ്പോൾ ഹെക്ടർ കുറയുമ്പോൾ ഇവർ പ്രോഗ്രസ് എവിടെ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ കുറച്ച് അളവ് വർക്കിൽ കുറച്ച് പിറകോട്ട് പോകുമ്പോൾ അത് പക്ഷേ ഈ ശമ്പളത്തിൻ്റെ ഇത്രയും ഇത് വന്നിട്ട് ഒരാൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. ഈ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട അതിൻ്റെ സർവേ നടപടികൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഈ ജീവനക്കാരെയൊക്കെ, താൽക്കാലിക ജീവനക്കാരാണ്, പക്ഷേ അവരെയൊക്കെ ഇപ്പോൾ പിരിച്ചുവിട്ടു എന്നാണ് കേൾക്കുന്നത്. എന്താണ് സംഭവിച്ചത്? 4 മാസമായിട്ട് നമ്മളിപ്പോൾ 3.5 വർഷത്തോളമായി ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. 179 ദിവസം പൂർത്തിയാകുമ്പോൾ നമ്മളെ കാലാവധി പുതുക്കൽ, അങ്ങനെയാണ് ഈ 3.5 വർഷമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്നത്. അതിലടക്കാന്ന് ഒരു മുന്നറിയിപ്പും കൂടാതെ 30-ാം തീയതി രാത്രിയാണ് നമുക്ക് ഓർഡർ വരുന്നത്, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞിട്ട്. ഇത് കണ്ണൂർ ജില്ലയിൽ എത്ര പേരുണ്ടാവും? ഏകദേശം 3000-ഓളം. ജില്ലയിൽ മാത്രം? കണ്ണൂർ ജില്ലയിൽ എത്ര വരുന്നു? 300 സംതിങ് ആൾക്കാർ വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഏകദേശം സംസ്ഥാനത്ത് 3000-ലധികം ആൾക്കാർ ജീവനക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരുപാട് ഒരു 3/4% ജീവനക്കാർ സിംഗിളായിട്ട് ജീവിക്കുന്നവരാണ്. 4 മാസമായിട്ട് ശമ്പളം ഇല്ലാണ്ട് നമ്മൾ ഒരുപാട് സ്ഥലത്തുനിന്ന് കടം വാങ്ങിയിട്ടും അങ്ങനെ ഈ ശമ്പളം കിട്ടുന്നതിൽ ഒറ്റ പ്രതീക്ഷയിലാണ് നമ്മൾ ഇതുവരെ മുന്നോട്ട് പോയത്. അതിൽ നിന്നാണ് പെട്ടെന്ന് നമുക്കൊരു അർദ്ധരാത്രി ഈ ഓർഡർ വന്നിട്ട് നമ്മളെ പിരിച്ചുവിടുന്നത്. ആർക്കും ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ്. പല വീടുകളിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. കുട്ടികൾക്കില്ലേ പിന്നെ സാധനങ്ങൾ വാങ്ങാൻ പറ്റാണ്ട് കടയിൽ കടം വാങ്ങിയിട്ടാണ് ഓരോരോ ജീവനക്കാരും ജീവിച്ചു വരുന്നത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇത്രയും കാലം നിങ്ങളുടെ ഈ 3.5 വർഷത്തെ ആ ഒരു പ്രയത്നം കൂടി പാതി വഴിയിലായി. പാതി വഴിയിലെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പിന്നെ ഓഫീസിലിരുന്ന ജോലിയല്ല നമുക്ക്. ഇല്ല, കാടും മലയും കുന്നും ഒരുപാട് സ്ഥലങ്ങൾ താണ്ടിയിട്ട് സർവേ ചെയ്ത് ഇത്രയും കാലം ജോലി ചെയ്തിട്ടും അത് ഒരു മുന്നറിയിപ്പ് ഇല്ലാണ്ട് ഈ പിരിച്ചുവിടുന്നതിനോട് നമുക്ക് ആർക്കും ഒരു ഉൾക്കൊള്ളാൻ ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല. സർവേ നടപടികൾ പൂർത്തിയായിട്ടുമില്ല. പാതി വഴിയിലുള്ളത്. ഇപ്പം പിന്നെ പാണപ്പുഴ വില്ലേജിൽ 3 മാസമായിട്ട് നമ്മൾ IEC വർക്ക്, അതായത് നോട്ടീസ് അറിയിപ്പ് കൊടുത്തിട്ട് നമ്മൾ ഈ 3 മാസമായിട്ട് അവിടെ നടക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ ഒരു ജോലി നിർത്താൻ പോകുന്നുള്ള കാര്യം നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ആ വില്ലേജിലില്ലേ ആൾക്കാർ ഇപ്പോൾ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പാ സർവേ തുടങ്ങുന്ന പറഞ്ഞിട്ട് നമ്മളെ നമ്പറുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതും അങ്ങനെ ഇതുവരെ ഒരു ഇതും ഈ സർവേ നടപടികൾ പൂർത്തിയാകാതെ വരുമ്പോൾ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്? പൊതുജനങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. നമ്മളെ ഇപ്പം 2 ദിവസമായിട്ട് പാപ്പിനിശ്ശേരി വില്ലേജിൽ ഫീൽഡ് വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സർവേ നമ്പറും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നിട്ട് നമ്മൾ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. അവർക്കിനി നികുതി അടക്കാൻ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതിനെ കൊണ്ടുണ്ടാവും. ഇത് പൂർത്തിയാവാണ്ട് വരുമ്പോൾ എന്താണ് ഇനി തുടർ നടപടികൾ എന്തൊക്കെയാണ്? ഇനി എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു മുന്നോട്ട് പോക്ക് എങ്ങനെയാണ്? നമുക്കൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. മിനിയാന്ന് രാത്രിയാണെന്ന് അറിയുന്നത് നമ്മളെല്ലാം പിരിച്ചു വിട്ടോന്ന്. അപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് എന്നാ വേണ്ടതെന്ന് അറിയില്ല. എല്ലായിടത്തുനിന്നും കടം വാങ്ങിയും
പണയം വെച്ചിട്ടും അല്ലാതെ പൈസ ഇപ്പം സംഘടിപ്പിച്ചിട്ടില്ല, ഒന്നുമില്ല. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഇല്ലാണ്ടായില്ലേ. ഒന്നും പറയാനില്ല. അങ്ങനെയാണെങ്കിൽ ഇവർ 6 മാസം കൊണ്ട് നമുക്ക് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒഴിവാക്കാമായിരുന്നു. നമ്മൾ വേറെ ഒരു ജോലി കണ്ടുപിടിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ശമ്പളം ഇല്ലാണ്ട് 4 മാസമായി ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതം ഒരു അർദ്ധരാത്രി നാളെ മുതൽ വരണ്ട എന്നുള്ള രീതിയിലാണോ നോട്ടീസ് വന്നത്? അങ്ങനെയാണ്. ഒരു 7 ദിവസം മുന്നെങ്കിലും നമുക്കൊരു വിവരം തരേണ്ടതായിരുന്നു. ഇവർ പെട്ടെന്ന് കേട്ടപ്പോൾ ഷോക്കായി പോയി. വിധവകളായി നമ്മൾ ഇനി ഏജ് ഓവറായി ഞങ്ങൾ എന്ത് ചെയ്യും? ഇനി പരാതി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്താ എന്തെങ്കിലും അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് ഇനി എന്തായിരുന്നു പേര്? സുമന. എവിടെയാ വീട്? തളിപ്പറമ്പ്. എന്തായാലും തളിപ്പറമ്പിലെ സുമനയെ പോലുള്ളവരുടെ കണ്ണുനീർ സർക്കാർ കാണാതിരിക്കരുത്. ഈ ഭൂസർവേയുമായി ബന്ധപ്പെട്ട്, ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 3.5 വർഷക്കാലമായി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പാതി വഴിയിലാക്കിക്കൊണ്ടാണ് ഈ തൊഴിലാളികളെ, ജീവനക്കാരെ, ഇങ്ങനെ താൽക്കാലിക ജീവനക്കാരാണ്, അവരെയൊക്കെ ഇങ്ങനെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നത്. 30-ാം തീയതിയാണ് ഇതിൻ്റെ ഉത്തരവ് വന്നത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ തങ്ങളെ ഇങ്ങനെ പിരിച്ചുവിട്ടു എന്നുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഈ ജീവനക്കാർ ഉന്നയിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ മാത്രം 300-ലധികം ജീവനക്കാരുണ്ട്, ഇങ്ങനെ താൽക്കാലിക ജീവനക്കാരുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങൾ വലിയ സങ്കടത്തിലാണ്. അവർ കണ്ണുനീരോടെയാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തണം എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.